അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ മാമൻ്റെ പഴയ വീടാണ് കേട്ടോ. കാണിച്ചു തരാനുള്ളൊരു ഇതെന്ന് പറയണത് ഇവിടെ പണ്ടുള്ളൊരു വൈബൊക്കെ കിട്ടുന്ന ഒരു ഹൗസാണ്. സരോജം, ഇതാണ് കോണിമ്പല്ല് കേട്ടോ. പണ്ട് മുതലേ ഇതായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു, മറ്റേ ചെണ്ട പോലെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ കയറിയാൽ നമുക്ക് ഇതെന്തായിട്ടാന്ന് എനിക്കറിയില്ല സംഭവം. ഇതൊരു റൂമാണ്. ഇത് മാമൻ്റെ റൂമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഒന്നാകെ സാധനങ്ങളൊക്കെ തിങ്ങി നിറച്ചിട്ടുണ്ട്. ഇത് പണ്ട് എങ്ങാടോ ഒരു ശ്രീകൃഷ്ണ ജയന്തി വന്നപ്പോൾ കൃഷ്ണൻ്റെ കിരീടം അവിടെ വെച്ച് പോയതാണ്. പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ കേട്ടോ. ഇങ്ങനെ ഇറങ്ങി ഇതാണ് കേട്ടോ റൂം. പിന്നെ നമ്മളിങ്ങനെ കയറിയാൽ ഇതൊരു ഹാൾ ടൈപ്പാണ്. ഇവിടുത്തെ ജനാലയൊക്കെ ഇങ്ങനെ രണ്ടറയുള്ള കണ്ടോ, അങ്ങനത്തെ ഒരു ജനാലയാണ്. പിന്നെ നമ്മളിങ്ങനെ കയറിയാൽ ഇവിടെ ഒരു റൂമുണ്ട്. ഇവിടെ സ്വിച്ച് ഉണ്ട്, പക്ഷേ ബൾബില്ല കണ്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് അമ്മച്ചൻ്റെയും അമ്മൂമ്മേൻ്റെയും റൂമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഇതൊരു ഓടിട്ട ഒരു സ്ഥലമാണ്. പിന്നെ നമ്മൾ ഇവിടെ കയറിയാൽ ഇത് അമ്മായിൻ്റെ റൂമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ബൾബുണ്ട്. ഇവിടെ നല്ലപോലെ കാണാം. ഇതിവിടുത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ജനാല എന്നൊക്കെ പറയുന്ന ഒരു വേറൊരു ടൈപ്പായിരുന്നു. ഇങ്ങനത്തെ ഡോറൊന്നും അല്ലായിരുന്നു, സാധാ മാതിരിയുള്ളൊരു ഡോറായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു തട്ടുണ്ട്. അവിടെയായിരുന്നു അത്യാവശ്യത്തിനുള്ള ചായപ്പൊടി, പഞ്ചസാര, അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചിരുന്നത്. പിന്നെ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെയാണ് ഒരുവിധം എല്ലാ സാധനങ്ങളും സ്റ്റോർ റൂം പോലെ വെച്ചിരുന്നത് കേട്ടോ. ഇവിടെയൊക്കെയായിരുന്നു പലഹാരങ്ങളൊക്കെ വെച്ചിരുന്നത്. ഞാൻ എന്നിട്ട് മെല്ലെ ആരും കാണാതെയൊക്കെ വന്ന് തിന്ന കുറേ ചരിത്രങ്ങളുണ്ട്. പിന്നെ ഇത് പുറത്ത് കൂടെ കാണാനുള്ളൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇവിടുത്തെ ഡോറ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ എത്ര പഴയ ഹൗസാണെന്ന്. സോറി ക്ലിയർ ഇല്ലേ? നമ്മൾ ഇങ്ങനെയുള്ളൊരു ഇതായിരുന്നു, ലോക്കിംഗ് ആയിരുന്നു അത് കേട്ടോ. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒരലായിരുന്നു. എൻ്റെ വീട്ടിൽ ഇതേ സെയിം സാധനമുണ്ട്, പക്ഷെ ഇങ്ങനെയല്ല, വേറൊരു ടൈപ്പാണ്. പിന്നെ ഇതൊരു സിങ്കായിരുന്നു. പിന്നെ അവിടെ ഒരു അടുപ്പ് സെറ്റാണ്. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി പുറമെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ലാസ്റ്റായിട്ട് നിന്നതെന്ന് പറയണത് ഞാൻ 1ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ മാമൻ്റെ വീട് ഞാൻ കാണിച്ചു തരാം. അവിടെ കാണുന്ന ആ ഒരു വീട് കണ്ടില്ലേ, അതാണ് എൻ്റെ മാമൻ്റെ വീട്. പിന്നെ നമുക്ക് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഹൗസ്. ഡോറൊക്കെ ഈ ടൈപ്പാണ്, ലോക്ക് ചെയ്യുന്ന സംവിധാനം. അയ്യോ, അങ്ങനെയൊക്കെയുള്ളൊരു ഇതായിരുന്നു. അമ്മേ ഇത് പൂട്ടിയുണ്ട് തോന്നുന്നു കേട്ടോ. അല്ല, ഇനിയിപ്പോൾ ഞാൻ ഫുള്ള് കാണിച്ചു തരാം. ഇത് തൊഴുത്തായിരുന്നു കേട്ടോ.
ഇത് മുല്ലയുടെ വള്ളി പിടിച്ചിരിക്കുന്ന ഒരു മരമാണ്. ഇത് മുല്ലേൻ്റെ കാലൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വരാറുണ്ട്. പിന്നെ കണ്ടോ, ഇതാ കിണറാണിത്. ഇത് അമ്മിക്കല്ല് ആൻഡ് അമ്മിക്കുട്ടി, പണ്ടത്തെ ആ ഒരു ഇതാണ് മിക്സി. പിന്നെ ഇതാ കൃത്യമായിട്ട് കാണുകയാണെങ്കിൽ കണ്ടോ, ഇതായിരുന്നു കേട്ടോ ബാത്റൂം. കണ്ടോ ഇത്ര ഡിസ്റ്റൻസ്. ചുറ്റും കാണുകയാണെങ്കിൽ നല്ല രസമാണ്. പിന്നെ ഇവിടെ കിടക്കാനൊക്കെ ആണെങ്കിൽ അതിലേറെ രസമാണ്. ഭയങ്കര തണുപ്പൊക്കെ ആയിട്ടുള്ളൊരു മൈൻഡാട്ടോ. പിന്നെ ഇത് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് ഇവിടുത്തെ പൂച്ചവാല് കേട്ടോ. പൂച്ചവാല് എന്ന് പറയുന്നത് ഇതിക്ക് പണ്ടൊക്കെ പിടിക്കാൻ ഭയങ്കര പേടിയും അറപ്പൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. എന്നിട്ട് എൻ്റെ മേത്തേക്കൊക്കെ ആക്കാറുണ്ടായിരുന്നു കേട്ടോ പതിവായിട്ട്. എന്നിട്ട് ഞാൻ കരയുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞു. ഇതാണ് വീടിൻ്റെ മുന്നിലുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത്, വ്യൂ. എന്നാൽ ബൈ. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.